നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് കടന്നു വരാം. ഞാനൊരു ബൈബിളിലെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പഠിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ മെസ്സേജിന് ഒരു പേര് കൊടുത്താൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പേരാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പേരിതാണ് ദാവീദും ഗോലിയാത്തും. പിള്ളേരോട് പറയുന്ന കാര്യമാണെന്ന് വേണമെങ്കിൽ പറയില്ല. ദാവീദും ഗോലിയാത്തും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോമൺ പാസേജ് വായിക്കുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകും. കാര്യം കഥ അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകും. പക്ഷേ ഇതിനകത്തുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ഗ്രഹിക്കത്തുമില്ല. നമുക്ക് ഫെമിലിയർ പാസേജ് വായിക്കുമ്പോഴെല്ലാം ഉള്ള ഒരു പ്രശ്നം ഇതാണ്. ശരിക്കും ഇതിൻ്റെ അതിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ് നമുക്ക് മനസ്സിലാക്കാതെ പോകുന്നു. അതിന് പകരം നമ്മളൊരു ആവേശം, നമ്മൾ കഥയല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു വലിയൊരു ആവേശമൊക്കെ ഉണ്ടാകും. ഈ ദാവീദിനെ കൊല്ലുന്നതിനെ കഥ അറിയാൻ വയ്യാത്ത പിള്ളേർ പോലും കാണത്തില്ല. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ദാവീദും കൊല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ചിലപ്പോൾ നല്ല ദാവീദും കൊല്ലാന്ന് കൊള്ളാം. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ ഇങ്ങനെ ഭാവനയിൽ കാണാൻ തുടങ്ങി, എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ ഭാവനയിൽ കാണാൻ തുടങ്ങി. പക്ഷേ ഞാനിന്ന് അതിൻ്റെ ഒരു സ്പിരിച്വൽ റെലത്തിൽ ഈ കാര്യങ്ങളെ കാണാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്പിരിച്വൽ റെലത്തിൽ ഇന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ സ്റ്റോറി നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പഴയ നിയമത്തിലെ സ്റ്റോറികളെല്ലാം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഇസ്രായേൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ കാര്യങ്ങളെ പഠിക്കുന്നത് കൊണ്ട് എന്തോ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കൊരു നമുക്ക് എന്തോ ഒരു ആവേശവും ഒരു ചോര തിളയ്ക്കുന്ന ഒരു സ്റ്റേജ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണെന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ആയിക്കോട്ടെ, അതിനെനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇന്നുള്ള പ്രസക്തി അവർ സ്പിരിച്വലായിട്ട് യേശുവിനെ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത്ര ഒരു പ്രസക്തി അവർക്കില്ല. കാരണം ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങൾ പോലെ ഒരു രാഷ്ട്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രായേൽ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ ദൈവം കണ്ണടയ്ക്കുമെന്നും, മറ്റു രാഷ്ട്രങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ ദൈവം അതിനെ വലുതായിട്ട് എടുക്കുമെന്നും ഇന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ന് കാര്യം ഇസ്രായേലിന് ദൈവം ഒരു കാലഘട്ടത്തിൽ ഒരവസരം കൊടുത്തിരുന്നു. എന്തിന്? ഈ ലോകത്തിൻ്റെ മുഴുവൻ ബ്ലെസ്സിങ്ങിൻ്റെയും ഒരു കേന്ദ്രമാകാനായിട്ട് ദൈവം ഒരു യുഗം മുഴുവൻ കൊടുത്തിരുന്നു, ഒരു അവസരം കൊടുത്തിരുന്നു. ഇസ്രായേലിലൂടെ ആയിരുന്നു ദൈവം ഒരു കാലയളവിൽ ലോക ജനതയെ തന്നെ ബ്ലെസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശവും ജനതകൾക്ക് ഞാൻ നിന്നെ നിയമവും ആക്കിയിരിക്കുന്നു എന്ന് യേശു കർത്താവ് ദൈവം അവരോട് അരുളി ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു പ്രസക്തിയുള്ളൊരു സമയം ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രസക്തി ഇസ്രായേലിനില്ല. ഇന്ന് ഇസ്രായേലിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ അവർ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാലേ പറ്റൂ. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവം ഓരോ കാലയളവിലും ഓരോ സമൂഹത്തിലൂടെയോ വ്യക്തിയിലൂടെയാണ് തൻ്റെ അനുഗ്രഹങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കുന്നത്. ആദമിനെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പല മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഞാനിപ്പം ആഫ്രിക്കയിൽ പോയാലും ഒറീസായിൽ ചെന്ന് കഴിഞ്ഞാലും പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട്, ഒറീസയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പിള്ളേരെ എടുത്തുകൊണ്ട് അപ്പനും അമ്മയും കൂടെ വരും എന്നുള്ള ആശിഷ് ദേനാഹെ എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഐ ബ്ലെസ് ദിസ് ചൈൽഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോരുന്നതല്ല. ഇതിൻ്റെയൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് എന്നെ പ്രാർത്ഥിക്കുന്നതെങ്കിലും എനിക്ക് പറയുന്ന വലിയ നഷ്ടമൊന്നും വേറെ ഉണ്ടാകാനൊന്നുമില്ല. ഞാനതിനൊന്ന് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് അവരെ വീതം ചോദിക്കത്തൊന്നുമില്ല എന്താണെങ്കിലും, ഇല്ലേ? പക്ഷേ വേദപുസ്തകത്തിൽ അനുഗ്രഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ വെറുതെ ഒരു അനുഗ്രഹമല്ല, അതിനപ്പുറത്ത് വലിയ ഒരു കാര്യമുണ്ട്. വെൻ ഗാഡ് ബ്ലെസ്സസ് സംബഡി, ഗാഡ് ഈസ് ഗിവിംഗ് ദം എൻ ഓപ്പർച്യൂണിറ്റി ടു റിപ്രസെൻറ്റ് ദം ഇൻ ദ വേൾഡ്. അതാണ് വേദപുസ്തകത്തിലെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അനുഗ്രഹിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് മക്കൾക്ക് കൊടുക്കുന്ന പൈതൃകമായ അവകാശവും പേരുമാണ്. അതായത് എൻ്റെ പിതാവിൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ വേദപുസ്തകത്തിലെ കാര്യം എന്നാണ്. ആദമിനെ കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി ബാക്കിലോട്ട് പോയി പറഞ്ഞിട്ട് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് ആദാം ദൈവത്തിൻ്റെ മകൻ എന്നാണ്. ആ ആദമിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡം, യു ആർ മൈ സൺ, യു റിപ്രസെന്റ് മീ ഇൻ ദിസ് വേൾഡ്, all that I have created, it is for you. ദൈവം സകല സൃഷ്ടിയെയും സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? ആദമിന് വേണ്ടിയാണ്. അതുകൊണ്ട് it is yours and you need to manage all these things and you represent me before this creation. ഈ ജനതയുടെ അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ മൊത്തം മധ്യത്തിൽ ഇനി സകല അനുഗ്രഹങ്ങളും നിന്നിലൂടെയാണ്. അനുഗ്രഹം മാത്രമല്ല, ശാപവും ആദമിലൂടെയാണ്. ദൈവം ആദമിനെ അനുഗ്രഹിച്ചതോടുകൂടെ സകല സൃഷ്ടിയും അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം ആദമിനെ ശപിച്ചപ്പോൾ പറയുന്നത് അറിയാമോ? നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്ന. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമി മുഴുവൻ ആർക്ക് കൊടുക്കുകയായിരുന്നു?
ആദമിന് കൊടുക്കുകയായിരുന്നു. അപ്പം ആദമിൻ്റെ ഡെസ്റ്റിനി എന്താണോ അതാണ് സകല സൃഷ്ടിയുടെയും ഡെസ്റ്റിനി. ആദമിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലോകത്തിലേക്ക് വ്യാപിക്കണമെന്നും അതിനുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആദമിനെ അനുഗ്രഹിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. നമ്മൾ ചാപ്റ്റർ 1:27 വായിക്കുമ്പോഴത്തേക്ക് ആണും പെണ്ണുമായി അവരെ സൃഷ്ടി ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെയും നിറയുവിൻ. അപ്പോൾ മനുഷ്യകുലത്തെ മൊത്തമായി അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആദ്യത്തെ ആളായിരുന്നു ആര്? ആദാം. പക്ഷേ ആദാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനുഗ്രഹം പകർന്നു നൽകുന്നതിന് പകരം ശാപത്തിൻ്റെ വക്താവായി മാറുകയാണ്, ശാപത്തിൻ്റെ ചാനലാവുകയാണ്. അതിനുശേഷം ദൈവം അടുത്തതായിട്ട് തിരഞ്ഞെടുത്തത് നോഹയാണ്. നോഹയോടും കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ദൈവം നോഹയെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിലൊക്കെ നിറവിൻ. അപ്പോൾ പറയുന്നത് യു ആർ മൈ സൺ ആൻഡ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഈസ് ത്രൂ യു, അല്ലാതെ വേറെ ഇല്ല. അപ്പം ഇപ്പൊ അനുഗ്രഹത്തിന്റെ ചാനൽ ആരായി തീർന്നു? നോഹ. നോഹയ്ക്ക് ശേഷം അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറയുന്നതിന് പകരം നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഇൻ ദിസ് വേൾഡ് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ യു. സോ ദ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ഈസ് എബ്രഹാം. അബ്രഹാമിന്റെ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൽ ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അടുത്ത അനുഗ്രഹത്തിന്റെ പാത്രമാകുന്നത്. ഇസഹാക്കിന്റെ എല്ലാ മക്കളും ഇല്ല. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ആ 2 മക്കളിൽ ആദ്യത്തെ മകൻ ഏശാവാണ്. അവനാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന് യോഗ്യനായി വരേണ്ടതായിരുന്ന വ്യക്തി. അവനെ അനുഗ്രഹിക്കാൻ ഹ്യൂമൻ വേയിൽ ഐസക്ക് തയ്യാറായിരുന്നു. പക്ഷേ ദൈവം ഇന്റർവീൻ ചെയ്തു. അവൻ എന്ത് ചെയ്തു? യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഏശാവ് പുറകെ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ. എന്താ ഇസ്ഹാക്ക് പറയുന്നത്? നോ, ഐ ഹാവ് ഓൾറെഡി ബ്ലെസ്ഡ് യുവർ ബ്രദർ. എന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പാ നിനക്ക് ഓരോ അനുഗ്രഹമേ ഉള്ളൂ, എന്നെ കൂടെ അനുഗ്രഹിച്ചാൽ എന്താ പ്രശ്നം? പക്ഷേ ഇസ്ഹാക്ക് പറയുന്നത് നോ വേ, എനിക്കൊരു അനുഗ്രഹമേ ഉള്ളൂ. എന്നെ അടുത്തതായി പ്രതിനിധീകരിക്കുന്നത് ആരായിരിക്കും? ഇസഹാക്കായിരിക്കും, നീ അല്ല. ആ അനുഗ്രഹം ആർക്ക് കൊടുത്തു കഴിഞ്ഞു? നിനക്ക് വസ്തു വേണേ വസ്തു തരാം, വീട് വേണേ വീട് തരാം, അതൊക്കെ തരാം. പക്ഷേ എന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ഇനിയിപ്പോൾ ആർക്കേ ഉള്ളൂ? ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ദൈവം അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഫറവോനോട് സംസാരിക്കുമ്പോൾ, ഞാനിത് പല എൻ്റെ മെസ്സേജസ് പറഞ്ഞിട്ടുണ്ട്, ഫറവോനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേൽ എൻ്റെ മകൻ, എൻ്റെ ആദ്യജാതൻ തന്നെ, ഹി ഈസ് മൈ ഫസ്റ്റ് ബോൺ. എന്നെ സേവിക്കേണ്ടതിന്, ആരാധിക്കേണ്ടതിന് എൻ്റെ മകനെ വിട്ടയക്കുക എന്ന് പറയും. അപ്പോൾ പിന്നീട് ലോകത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ആരിലൂടെ ആയിരുന്നു? ഇസ്രായേൽ മക്കളിലൂടെ ആയിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്രായേലിനുണ്ടായിരുന്നു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്താ അതിൻ്റെ അർത്ഥം? ഇനിയിപ്പോൾ അനുഗ്രഹം ആരിലൂടെയാണെന്ന് അതിൻ്റെ അർത്ഥം? യേശുവിലൂടെയാണ്. ഇനിയിപ്പോൾ അനുഗ്രഹം പഴയ നിയമത്തിലെ ഇസ്രായേലിലൂടെ അല്ല. ഇസ്രായേലിന് ദൈവം അവസരം കൊടുത്തു, പക്ഷേ ആ അവസരം ഇസ്രായേൽ കളഞ്ഞു കുളിച്ചു. അതുകൊണ്ട് ഇനി ഇസ്രായേൽ ഉൾപ്പെടെ ആരനുഗ്രഹിക്കപ്പെടണമെങ്കിലും ആരുടെ അടുത്ത് വരണം? ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരണം. യേശുക്രിസ്തുവിൽ നിന്ന് മാറി അവർക്കൊരു അനുഗ്രഹമില്ല. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ഉള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഇസ്രായേലിനെ സഹായിക്കുന്നവനെല്ലാം ദൈവത്തെ സഹായിക്കുന്നുവെന്നും ഇസ്രായേലിന് കാശ് കൊടുക്കുന്നവനെല്ലാം ദൈവത്തിന് കാശ് കൊടുക്കുന്നുവെന്നും ദശാംശം കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് ഇസ്രായേലിന് കാശ് കൊടുക്കുന്നതെന്നും കൊച്ചിയിലുള്ള യഹൂദന്മാരെയൊക്കെ നമ്മൾ കാശ് കൊടുത്ത് യെരുശലേമിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമെല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുമെന്നും അങ്ങനെ മാത്രമേ കർത്താവ് രണ്ടാമത് വരത്തുള്ളെന്നും, ഞാനിതൊക്കെ പറയുന്നത് ഇന്നത്തെ പുതിയ ഉപദേശങ്ങളാണ്. ഇത് ഇതെല്ലാം കേട്ടിട്ട് ഈ പുതിയ ഉപദേശങ്ങൾ കൊണ്ട് നശിച്ചിരിക്കുകയാണ്. വളരെ ഡിസപ്ഷൻ്റെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കരമായിട്ട്, കർത്താവേ ഈ ഡിസപ്ഷൻ്റെ സ്പിരിറ്റ് ഇത്രയും വ്യാപരിച്ചിട്ടുള്ള, കർത്താവ് പറഞ്ഞതാണ് അന്ത്യകാലത്ത് വഞ്ചനയുടെ ആത്മാക്കൾ ഇല്ലേ, അതിന്ന് വന്ന് നമ്മളെ വിശ്വാസികളെപ്പോലും എങ്ങനെ വഴിതെറ്റിക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് അങ്ങനെ ട്രസ്റ്റുകളുണ്ട്, സംഘടനകളുണ്ട്. എന്തിനാണെന്നറിയാമോ? ലോകത്തിലുള്ള എല്ലാ ഇസ്രായേലിനെയും യഹൂദനെയും എവിടെ കൊണ്ടുവരണം? യെരുശലേമിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ കർത്താവ് വരത്തുള്ളെന്ന്. അതുകൊണ്ട് നമ്മൾ കാശ് മുടക്കിക്കോണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അവരെ സുവിശേഷീകരിക്കാൻ നോക്ക്. അവരെ ഈ പ്ലെയിൻ കയറ്റി യെരുശലേമിൽ വിടുന്നതിന് പകരം വല്ല വിധേനയും യേശു ക്രിസ്തുവിലൂടെ അവരെ സ്വർഗത്തിൽ കൊണ്ടുവന്ന് നോക്ക്. അത് ചെയ്യാമെങ്കിൽ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്, തീർച്ചയായിട്ടും അത് വലിയ കാര്യമാണ്. അല്ലാതെ ഇവരെ വിളിച്ചുകൊണ്ട് പൈസ കൊടുത്ത് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊന്നും ദൈവസന്നിധിയിൽ, അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇതിനെ വഞ്ചനയുടെ സ്പിരിറ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യം. എ ലോട്ട് ഓഫ് തിങ്സ് ഇത് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഒന്ന് എടുത്തു പറയാനായിട്ടുള്ള കാര്യം. ഇതാണ്, നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇസ്രായേലിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല.
എങ്ങനെ വിരോധപ്പെടാൻ പറ്റും? യേശു കർത്താവ് ഇസ്രായേലിൽ നിന്നല്ലേ വന്നത്. എനിക്കൊരിക്കലും വിരോധമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇന്ന് ആക്ഷരിക ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചു കിട്ടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർ കുത്തിയവങ്കലേക്ക് നോക്കുമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അതായത് യേശുവെങ്കിലേക്ക് അവർ തിരിയുമ്പോൾ മാത്രമേ അവർക്ക് എന്തുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നും ഗുണം പിടിക്കത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരുടെ ഭൗതിക നന്മകളും മറ്റേത് മറിച്ചതൊക്കെ കണ്ടിട്ട് അവരെ പോലൊരു ജാതി വേറെ ഉള്ളത്, അതാണ് ഇതാണ്, അവരാകണം യഹൂദൻ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. യഹൂദൻ എന്ത് പ്രത്യേകത? പല രീതിയിലും ഉണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരിക്കലും അവരെ ഫലമേൽപ്പിച്ചിരുന്നു. പക്ഷേ അവർ ആ ന്യായപ്രമാണം അനുസരിച്ചില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്ത്? അവർ കുത്തിയവങ്കിലേക്ക്, അവർ തള്ളിക്കളഞ്ഞവങ്കിലേക്ക് അവരുടെ മനസ്സ് തിരിക്കുകയും അങ്ങനെ അവർക്ക് കർത്താവെങ്കിലേക്ക് വരാൻ കഴിയുകയും ആവശ്യമാണ്.